കോഴിക്കോട് മാവൂർ റോഡിൽ നടന്ന കൊലപാതകത്തിനിടെ കടന്നുകളഞ്ഞ നല്ലളം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ലളം കോയിപ്പറമ്പ് സ്വദേശി കരിപ്പോട് വീട്ടിൽ വിപിനെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ശങ്കരമംഗലം നജീബ് മൻസിലിൽ നജീബിന്റെ പെൺ സുഹൃത്തും കൊല്ലപ്പെട്ട ആദിലിന്റെ അയൽവാസിയുമായ നൌഷാദ് എന്നിവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിലാണ് കോഴിക്കോട് മാവൂർ റോഡിൽ ബേപ്പൂർ നടുവട്ടം പിരച്ചനങ്ങാടി സ്വദേശി കെ.ടി. ഹൌസിൽ ആദിൽ റോഷനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആദിലിനെ കുത്തിയ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ശങ്കരമംഗലം നജീബ് ഹൌസിൽ എൻ നജീബിനെയും ഇയാളുടെ പെൺസുഹൃത്തും കൊല്ലപ്പെട്ട ആദിലിന്റെ അയൽവാസിയുമായ അരക്കിണർ ചാക്കേരിക്കാടെ മെജസ്റ്റിക് പാലസിൽ നൌഷിദയെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിന് പിന്നാലെ കടന്നുകളഞ്ഞ നല്ലളം സ്വദേശി വിപിനെയാണ് ഇപ്പോൾ നടക്കാവ് SI N ലീലയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ആദിൽ റോഷന് പ്രതി നജീബ് നേരത്തെ പണം കടം നൽകിയിരുന്നു. അതിൽ ബാക്കിയുണ്ടായിരുന്ന 5000 രൂപ തിരിച്ചു ചോദിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നേരത്തെ മാവൂർ റോഡിലെ യാഷ് ഇന്റർനാഷണലിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്ത ആളാണ് മുഖ്യപ്രതി നജീബ്. സംഭവ ദിവസം ഇയാൾ സുഹൃത്തുക്കൾക്കൊപ്പം യാഷ് ഇന്റർനാഷണലിലെ ബാറിൽ കയറിയെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് അവിടേക്ക് ആദിൽ റോഷനെയും വിളിച്ചു വരുത്തി. ബാറിൽ വെച്ച് നജീബും ആദിൽ റോഷനും മദ്യപിച്ച് ബഹളം വെച്ചെന്നും ഇരുവരെയും ജീവനക്കാർ പുറത്തെത്തിച്ചെന്നും പോലീസ് പറയുന്നു. തുടർന്നുണ്ടായ വാക്കേറ്റത്തിനിടെ നജീബ് ആദിൽ റോഷനെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന പെൺ സുഹൃത്ത് നൌഷിദയും വിപിനും ചേർന്ന് നജീബിനൊപ്പം ഓട്ടോറിക്ഷയിൽ കടന്നു കളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് നജീബിനെയും നൌഷിദയെയും കൂടാതെ വിപിനും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായത്. തുടർന്നാണ് വിപിനെയും അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി നജീബിനെയും പെൺസുഹൃത്ത് നൌഷിദയെയും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.